ലൈംഗികാതിക്രമ കേസിൽ അറസ്റ്റിലായ JDS നേതാവ് പ്രജ്വൽ രേവണ്ണയെ 6 ദിവസത്തേക്ക് പോലീസ് കസ്റ്റഡിയിൽ വിട്ടു. ജൂൺ 6 വരെയാണ് കസ്റ്റഡി കാലാവധി. 14 ദിവസത്തേക്ക് കസ്റ്റഡിയിൽ വേണം എന്നതായിരുന്നു പോലീസിന്റെ ആവശ്യം. അരുൺ പൂപ്പറമ്പ ബംഗളൂരുവിൽ നിന്ന് ചേരുന്നുണ്ട്. അരുൺ, അങ്ങനെ ദിവസങ്ങൾ നീണ്ട നാടകീയതയ്ക്കൊടുവിൽ ഇന്നലെ അർദ്ധരാത്രിയിലാണ് പ്രജ്വൽ രേവണ്ണ എത്തിയത്. ഇപ്പോൾ 6 ദിവസത്തെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടിട്ടുണ്ട്. ഇനി എങ്ങനെയാകും പോലീസ് നടപടി? പ്രവിധ, ഇതിൽ തീർച്ചയായും അന്വേഷണ സംഘം ആദ്യഘട്ടത്തിൽ തന്നെ കസ്റ്റഡി അപേക്ഷ നൽകും എന്നറിയിച്ചിരുന്നു. അതേപോലെ തന്നെ കസ്റ്റഡി അപേക്ഷ നൽകി. അതായത് വിശദമായ ചോദ്യം ചെയ്യൽ ഈ കേസിൽ ആവശ്യമാണ്. കൂടുതൽ തെളിവുകൾ ശേഖരിക്കേണ്ടതുണ്ട്. ഇന്നലെ അറസ്റ്റ് ചെയ്തതിനു ശേഷം ഇന്ന് രാവിലെ തന്നെ പുറത്തു വന്ന വിവരം, അതായത് ഇതിലെ പ്രധാനപ്പെട്ട തെളിവായിട്ടുള്ള മൊബൈൽ ഫോൺ ഉൾപ്പെടെ പ്രജ്വൽ നശിപ്പിച്ചു എന്ന് അന്വേഷണ സംഘം കണ്ടെത്തിയിരുന്നു. അതുകൊണ്ട് തന്നെ കൂടുതൽ തെളിവുകൾ നശിപ്പിക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ കസ്റ്റഡിയിൽ എടുത്ത് വിശദമായി ചോദ്യം ചെയ്ത് കൂടുതൽ തെളിവുകൾ ശേഖരിക്കുക എന്ന് തന്നെയായിരുന്നു അന്വേഷണ സംഘത്തിന്റെ നീക്കം. ഇന്ന് 3:30 വൈദ്യപരിശോധന പൂർത്തിയാക്കി പ്രജ്വലിനെ കോടതിയിൽ ഹാജരാക്കിയത്. അതിനുശേഷം വിശദമായിട്ടുള്ള വാദം, ഇരു ഭാഗങ്ങളുടെയും വിശദമായിട്ടുള്ള വാദം കേട്ടു. അതിൽ പ്രധാനമായും SIT ചൂണ്ടിക്കാട്ടിയത് ഈ വിഷയം തന്നെയാണ്. നിലവിൽ തന്നെ പ്രജ്വൽ ഈ കേസിലെ നിർണായക തെളിവുകൾ മൊബൈൽ ഫോൺ ഉൾപ്പെടെ നിർണായക തെളിവുകൾ നശിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഈ കസ്റ്റഡി നൽകിയില്ലെങ്കിൽ അന്വേഷണത്തിൽ കടുത്ത പ്രതിസന്ധി ഉണ്ടാകും. അതുകൊണ്ട് 14 ദിവസത്തെ കസ്റ്റഡി നൽകണം എന്നതാണ് ഈ അന്വേഷണ സംഘം ആവശ്യപ്പെട്ടത്. എന്നാൽ കോടതി 6 ദിവസത്തേക്ക് ജൂൺ 6 വരെയാണ് ഇപ്പോൾ കസ്റ്റഡി നൽകിയിട്ടുള്ളത്. ഇതിൽ പ്രജ്വൽ പറഞ്ഞിട്ടുള്ളത് ഈ കേസ് മാധ്യമങ്ങൾ ഉൾപ്പെടെ തെറ്റായ രീതിയിൽ അവതരിപ്പിച്ചു. തനിക്ക് വിദേശത്തുള്ള ഘട്ടത്തിൽ തന്നെ വലിയ മാനസിക സമ്മർദ്ദം നേരിട്ടിരുന്നു, ഡിപ്രഷൻ അനുഭവിച്ചിരുന്നു. അത്തരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഇപ്പോഴും നിലവിലുണ്ട്. അത് ഡോക്ടറെ ഉൾപ്പെടെ കണ്ട സമയത്ത് അത് കാര്യം പറയുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് കസ്റ്റഡിയിൽ വിട്ടു നൽകരുത് എന്ന ആവശ്യമാണ് കോടതിയിൽ പ്രജ്വൽ ഉന്നയിച്ചത്. എന്നാൽ അത് കോടതി അംഗീകരിക്കാൻ തയ്യാറായില്ല. അന്വേഷണ സംഘത്തിന്റെ വാദം, അതായത് നിലവിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ കേസിൽ മുന്നോട്ട് പോകണമെങ്കിൽ പ്രജ്വലിനെ വിശദമായി ചോദ്യം ചെയ്യേണ്ടതുണ്ട്. പ്രാഥമികമായിട്ടുള്ള ചോദ്യം ചെയ്യൽ മാത്രമാണ് ഇന്ന് പൂർത്തീകരിക്കാൻ സാധിച്ചത്. ആ ചോദ്യം ചെയ്യലിൽ തന്നെ നിർണായകമായിട്ടുള്ള ചില കണ്ടെത്തലുകൾ അന്വേഷണ സംഘത്തിൽ ലഭിച്ചിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഈ തെളിവ് നശിപ്പിച്ചുമായി ബന്ധപ്പെട്ട്. അത് കോടതിയിൽ വിശദമായി തന്നെ ഈ SITയുടെ അഭിഭാഷകൻ കോടതിയെ ബോധിപ്പിച്ചു. അതുകൂടി പരിഗണിച്ചാണ് കോടതി ഇപ്പോൾ കസ്റ്റഡിയിൽ നൽകിയിരിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ ബംഗളൂരുവിൽ വെച്ച് ഈ അഭിഭാഷകനെ കാണുന്നതിന് വേണ്ടി കോടതി പ്രജ്വലിന് അനുമതി നൽകിയിട്ടുണ്ട്. എല്ലാ ദിവസവും രാവിലെ 9:30 മുതൽ 11 മണി വരെ അഭിഭാഷകനെ കാണുന്നതിന് വേണ്ടിയിട്ടുള്ള അനുമതി ഈ ഘട്ടത്തിൽ കോടതി ഈ ഉത്തരവിനൊപ്പം നൽകിയിട്ടുണ്ട്. എന്തായാലും കസ്റ്റഡി അപേക്ഷ നൽകി. ഈ 6 ദിവസം അന്വേഷണ സംഘത്തെ സംബന്ധിച്ച് ഏറെ നിർണായകമാണ്. ഇതിൽ നിലവിലുള്ള അന്വേഷണത്തിലെ പ്രതിസന്ധി, ഇതിലെ നിർണായക തെളിവുകൾ ഉൾപ്പെടെ ഈ മൊബൈൽ ഫോൺ ഉൾപ്പെടെ കണ്ടെത്താൻ പറ്റാത്ത സാഹചര്യം, അതിലൊക്കെ ഒരു വ്യക്തത വരുത്തുന്നതിന് വേണ്ടി കൂടുതൽ തെളിവുകൾ ശേഖരിക്കാൻ വേണ്ടി ഈ 6 ദിവസം അന്വേഷണ സംഘം ഉപയോഗപ്പെടുത്തും. ഒരുപക്ഷെ ഈ ഹാസനിൽ തെളിവെടുപ്പ് ഉൾപ്പെടെയുള്ള നടപടിക്രമങ്ങളിലേക്ക് അന്വേഷണ സംഘം പോകും എന്നതാണ് ഈ ഘട്ടത്തിൽ നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തായാലും അത്തരം നടപടിയിലേക്ക് അന്വേഷണ സംഘം കടന്നു. 6 ദിവസത്തേക്ക് ജൂൺ 6 വരെയാണ് കസ്റ്റഡി കാലാവധി നൽകിയിട്ടുള്ളത്. പ്രജ്വലിന്റെ എല്ലാ വാദങ്ങളും കോടതി നിരാകരിക്കുന്ന സാഹചര്യമാണ് ഉണ്ടായത്. ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്, ഡിപ്രഷൻ ഉൾപ്പെടെയുള്ള പല വാദങ്ങൾ നിരത്തി. തെറ്റായ രീതിയിൽ തന്നെ മാധ്യമങ്ങൾ ഉൾപ്പെടെ വേട്ടയാടി അന്വേഷണ സംഘം മാധ്യമങ്ങൾ വേട്ടയാടി എന്നുള്ളതാണ് പ്രജ്വൽ രേവണ്ണ കോടതിയിൽ പറഞ്ഞത്. പക്ഷേ ലൈംഗികാതിക്രമ കേസിൽ അറസ്റ്റിലായ JDS നേതാവ് പ്രജ്വൽ രേവണ്ണയെ 6 ദിവസത്തേക്ക് പോലീസ് കസ്റ്റഡിയിൽ വിട്ടിരിക്കുകയാണ് കോടതി. വിവരങ്ങളാണ് ബംഗളൂരുവിൽ നിന്ന് അരുൺ പൂപ്പറമ്പ നൽകിയത്. വിധി ദിനത്തിൽ 24 മാജിക് ജൂൺ 4 ചൊവ്വാഴ്ച രാവിലെ 5 മണി മുതൽ 24-ൽ.